ഹലോ ഓൾ. ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള എക്സാമിൻ്റെ സിലബസാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. ഇത് നമുക്ക് 40 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 40 മാർക്കിന് വരുന്നുണ്ട്. ഇത് നമ്മൾ കൂടുതലും ഗേറ്റിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ മാത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ തന്നെ മാത്സിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 40 മാർക്ക് സുഖമായിട്ട് മേടിക്കാം. ഓക്കെ, അപ്പം മോഡ്യൂൾ 1 എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം ലീനിയർ ഓൾജിബ്രയാണ്. അപ്പോൾ അതിനകത്ത് ഈ ലീനിയർ ഓൾജിബ്ര ഈ 8 മാർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, പിന്നെ വരുന്നത് കാൽക്കുലസ് ആണ്. കാൽക്കുലസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. അതായത് നമുക്ക് കുറച്ച് ഇൻറ്റഗ്രേഷനും ഡിഫറൻഷ്യേഷനും ഒക്കെ നന്നായിട്ട് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടാകും. അതുപോലെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി ഇതൊക്കെയാണ് അതിനകത്ത് കാൽക്കുലസിനകത്ത് വരുന്നത്. ദെൻ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ ഇനിഷ്യൽ ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഉണ്ട്, ഓയിലർ കോഷി ഇക്വേഷൻസ്. സോ ഇത് 4 മാർക്സിനാണ് വരുന്നത്. ഇതും അത്യാവശ്യം നമ്മൾ ഡിഫറൻഷ്യേഷനൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ 12 മാർക്സിന് വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് കുറച്ച് ബിടെക് ലെവലിൽ നമ്മൾ കുറച്ചുകൂടെ പഠിക്കാനായിട്ടുണ്ട്. സോ അത് ദെൻ അടുത്ത് വരുന്നത് 4 മാർക്സിനുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും ഭയങ്കര ഈസിയാണ്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇടയ്ക്ക് വരുന്ന ആ ഇൻറ്റഗ്രേഷനൊക്കെ കുറച്ച് നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് മാത്സിൻ്റെ 40 മാർക്സ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. ദെൻ അടുത്ത് വരുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. സോ ഇത് 30 മാത്സിനാണ്. സോ നമ്മുടെ IEOയുടെ എക്സാമിന് നമുക്കിപ്പോൾ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രി എത്രയാണ്? 60 മാർക്കിന് ഫിസിക്സും കെമിസ്ട്രിയാണ്. സോ 30 മാർക്ക് ഫിസിക്സ്, 30 മാർക്ക് കെമിസ്ട്രി. സോ ഇത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. ഇത് പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇതിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. സോ ദർ ഇസ് എ ചാൻസ്. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്. അത് 10 മാർക്സിനുണ്ട്. അപ്ലൈഡ് ഒപ്റ്റിക്സ് 10 മാർക്സ് ആണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇതിപ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ് അല്ലേ. ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് ചെറിയൊരു ചാപ്റ്റർ പഠിച്ച് തന്നെ കുറച്ച് മാർക്കായി. ദെൻ 10 മാർക്സിലൊരു 2 മാർക്ക് ഒരു 4 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. സോ ഫിസിക്സ്, കെമിസ്ട്രി ഫുള്ളായിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. ദെൻ അടുത്ത് വരുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ വരുമ്പോഴത്തേക്കും സെമി കണ്ടക്ടേഴ്സിനും സൂപ്പർ കണ്ടക്ടേഴ്സിനും പറ്റിയാണ് വരുന്നത്. ദെൻ മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അക്വാസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഫിസിക്സിന് മുഴുവൻ 3 മോഡ്യൂളാണുള്ളത്. അതുപോലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ നമുക്ക് 3 മോഡ്യൂളുണ്ട്. ഒന്ന് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്. ഈ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചത്, അതായത് K2ൻ്റെ സിലബസിനകത്ത് ഉള്ളത് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ K2 നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റുണ്ട്. അതിനകത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെയും എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെയും നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ കെമിസ്ട്രി, നാനോ മെറ്റീരിയൽ, ഗ്ലാസ്, സിമെൻറ്റ്, പോളിമേഴ്സ്, അതിനൊക്കെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ ഇൻസ്ട്രുമെൻ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ്, ഇതെല്ലാം കെമിസ്ട്രിയുടെ അതിനകത്തുള്ളതാണ്. നമുക്കത് നോക്കാം. പിന്നെ കുറച്ച് എൻവയൺമെൻറ്റ് വരുന്നുണ്ട്. കെമിസ്ട്രിയുടെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് എൻവയൺമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. താങ്ക് യു.